ഫ്രണ്ട്സ് വാട്സാപ്പ് മൈ നെയിം ഇസ് സജീർ വെൽക്കം ബാക്ക് ടു ക്രിയോട്ടോപ്പി. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ഡിയിൽ നമ്മൾ നോർമലി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡി ഫയൽ നമ്മൾ എങ്ങനെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ എല്ലാവരെയും ഒരു ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ എക്സ് ഡിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം, ഫോട്ടോഷോപ്പിൽ കണ്ടിന്യൂ ചെയ്യണം, ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നോർമലി എക്സ് ഡി ഫയൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എക്സ് ഡി ഫോർമാറ്റും PSD ഫോർമാറ്റ് അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ഡി ഫോർമാറ്റിന് നമുക്ക് എങ്ങനെ PSD കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം വീഡിയോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എക്സ് ഡി ഓപ്പൺ ചെയ്യണം. ഞാൻ എക്സ് ഡിയിൽ ഒരു വർക്ക്, ഒരു സ്മോൾ ഒരു പാർട്ട് നമ്മൾ ചെയ്തിട്ട് അത് നമ്മൾ എങ്ങനെ PSD ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ എക്സ് ഡി ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ എക്സ് ഡി ഓപ്പൺ ചെയ്യാം. എക്സ് ഡിയിൽ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക എക്സ് ഡി ഫയൽ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് എക്സ് ഡിയിൽ ഞാൻ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഫില്ല് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഞാനൊരു റെഡിഷ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു. ഓക്കെ, ഫൈൻ. ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അതിൽ ഞാനൊരു ബട്ടൺ ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് വലുതാക്കിയിട്ട് കൊടുക്കുകയാണ്. ഒരു 10px റേഡിയസ് കൊടുത്തു. ബോർഡർ ഒഴിവാക്കി ബ്ലാക്ക് ഫിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഞാനൊന്ന് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തു. അതിൽ ഞാനൊരു ബട്ടണും ആഡ് ചെയ്തു. ബട്ടണിന് നമുക്കൊരു ഡൗൺലോഡ് നൗ എന്ന് കൊടുക്കാം. ഡൗൺലോഡ് നൗ എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കാൻ പോവാണ് ഞാൻ. അതിന് വൈറ്റ് ഫിൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്, ഇറ്റ്സ് ഫൈൻ. സെമി ബോൾഡ് മീഡിയം കൊടുത്തു. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ള കാണിക്കാനാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ കോമ്പണൻറ്റിനെ ജസ്റ്റ് നെയിം ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ലെയർ കറക്റ്റ് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഞാൻ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. ബട്ടൺ. ഓക്കെ, ബട്ടൺ എന്ന് പറഞ്ഞു നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ എക്സ് ഡിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് PDF ഫോർമാറ്റിലായിരിക്കും. അപ്പം ഫയലിൽ പോവുക, എക്സ്പോർട്ട് കൊടുക്കുക, എക്സ്പോർട്ട് ആർട്ട് ബോർഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ PDF ചൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ പോവാണ്. എക്സ്പോർട്ട്. ഓക്കെ, അതിനുശേഷം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് PDF ഫോർമാറ്റ് ചൂസ് ചെയ്തു, എക്സ്പോർട്ട് കൊടുത്തു. അപ്പോൾ ആർട്ട് ബോർഡ് നമ്മൾ PDF എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഫോൾഡറിൽ ഓക്കെ എക്സ്പോർട്ടിൽ നമ്മൾ ഓൾറെഡി PDF ആയിട്ട് നമ്മളെ XD ഫയലിനെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇല്ലുസ്ട്രേറ്ററിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ റൈറ്റ് ബട്ടൺ ചെയ്യുന്ന ഓപ്പൺ വിത്ത് ഇല്ലുസ്ട്രേറ്റർ 2018 ഓപ്പൺ ചെയ്യാൻ പോകാം. ഓക്കെ, നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെക്ടർ ഫോർമാറ്റാണ്. നമ്മളെ ഓരോ ഫയലും നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് നമുക്ക് PSD എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ജസ്റ്റ് ഫയലിൽ എക്സ്പോർട്ട് കൊടുക്കുക, എക്സ്പോർട്ട് ആസ് കൊടുക്കുക. അതിനുശേഷം ഫോർമാറ്റ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമ്മൾ ഫോട്ടോഷോപ്പ് PSD ചൂസ് ചെയ്യുന്നു. സ്ക്രീൻ എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് RGB. ഓക്കെ, 150 ppi. ഓക്കെ, ഫൈൻ. സെറ്റിങ്സ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് PSD ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളെ XD ഫയൽ നമ്മൾ PSD ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മളെ ഫയൽസൊക്കെ നമുക്ക് ഇവിടെ ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടാവും. അതായത് നമ്മളെ ബട്ടൺസ് ഉണ്ട്, ഇതിവിടെ
ബട്ടൺസിൻ്റെ ഓരോ ലെറ്ററും അത് ബ്രേക്ക് ചെയ്തിട്ടാണുള്ളത്. അപ്പം നമുക്ക് എന്താക്കാൻ പറ്റും, ഓരോ എലമെൻറ്റിനെയും ഒബ്ജക്റ്റിനെയും നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതും വെക്ടർ ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, XD ഫയലിനെ നമ്മൾ PSD ആയിട്ട് ഈ രീതിയിലാണ് നമ്മൾ XDനെ ഫോട്ടോഷോപ്പ് ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ XDയിലുള്ള സെയിം ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലെയർ ബേസ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്കത് ഫോട്ടോഷോപ്പിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ്.